ലോക കേരള സഭയിൽ നിലപാട് മാറ്റി UDF. ഇത്തവണ ലോക കേരള സഭ സമ്പൂർണ്ണമായി UDF ബഹിഷ്കരിക്കില്ല. UDF അനുകൂല പ്രവാസി സംഘടനകൾക്ക് ലോക കേരള സഭയിൽ പങ്കെടുക്കാമെന്ന് കൺവീനർ MM ഹസൻ. ലീഗ് സമ്മർദ്ദത്തെ തുടർന്നാണ് UDF യോഗം പഴയ നിലപാട് തിരുത്തിയത്. കഴിഞ്ഞ 2 തവണയും UDF ലോക കേരള സഭ ബഹിഷ്കരിച്ചു. പരിപാടി ദൂർത്തെന്ന് ആക്ഷേപിച്ചു. പരിപാടിയിൽ പങ്കെടുത്ത പ്രവാസികളെ പരസ്യമായി അവഹേളിച്ചു. UDFന്റെ ഈ നിലപാടിൽ മുസ്ലിം ലീഗിന്റെ പ്രവാസി സംഘടനയായ KMCC അടക്കം എതിർപ്പ് രേഖപ്പെടുത്തി. അതുകൊണ്ട് തന്നെ UDF യോഗത്തിൽ ഇത്തവണ ലോക കേരള സഭ ബഹിഷ്കരിക്കാനില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ പറഞ്ഞു. ഗത്യന്തരമില്ലാതെ കോൺഗ്രസ് വഴങ്ങി. ഇത്തവണ ലോക കേരള സഭ സമ്പൂർണ്ണമായി UDF ബഹിഷ്കരിക്കില്ല. UDF അനുകൂല പ്രവാസി സംഘടനകൾക്ക് ലോക കേരള സഭയിൽ പങ്കെടുക്കാം. പ്രവാസി സംഘടനകൾക്ക് അവരുടെ പ്രശ്നങ്ങൾ ഗവൺമെന്റിന് മുമ്പിൽ പറയാൻ അവതരിപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരം എന്ന നിലയിൽ അതിൽ പങ്കെടുക്കുന്നതിന് UDFുമായി ബന്ധപ്പെട്ട പ്രവാസി സംഘടനകൾക്ക് അതിൽ പങ്കെടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഞങ്ങൾ ഒരു വിലക്കും കൽപ്പിക്കുന്നില്ല. താല്പര്യമുള്ളവർക്ക് അതിൽ പങ്കെടുക്കാം. പക്ഷേ UDF നേതാക്കൾ ആരും തന്നെ പങ്കെടുക്കില്ല. പക്ഷേ പങ്കെടുക്കാൻ താല്പര്യമുള്ള പ്രവാസി സംഘടനകൾക്ക് പങ്കെടുക്കാം. ലോക കേരള സഭയെ ബഹിഷ്കരിച്ച UDF നിലപാടിനെതിരെ പ്രവാസി സമൂഹത്തിൽ നിന്നുയർന്ന എതിർപ്പാണ് UDFന്റെ പിന്മാറ്റത്തിന് കാരണം. പക്ഷേ തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് തുറന്നു സമ്മതിക്കാൻ UDF നേതാക്കൾ ഇതുവരെ പരസ്യമായി തയ്യാറായിട്ടുമില്ല. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.